അതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഈ സ്റ്റെപ്പ് അടുത്ത നമ്മുടെ രാഹുൽ സ്റ്റെപ്പാണ്. ബോൾ വരുമ്പോൾ ലീവ് ചെയ്യുന്ന സ്റ്റെപ്പ്. അല്ലേ? പിന്നെ നമ്മൾ സൗരകാങ്കില് പണ്ട് നാറ്റോസ്റ്റ് ട്രോഫി ജയിച്ചപ്പോഴും ഷർട്ട് വലിച്ചൂരി ഒരു ഡാൻസ് വെച്ചായിരുന്നു. അതൊരു സ്റ്റെപ്പാക്കാം നമുക്ക്. ഈ സ്റ്റെപ്പൊക്കെ കട്ടയ്ക്ക് ഇനിയാണ് സ്റ്റെപ്പ്. നമ്മൾ ഈ ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ഇല്ല ഭരതനാട്യം എന്ന് പറഞ്ഞ പോലെ ഈ ടെസ്റ്റ് അല്ല, ഈ ക്ലാസിക്കൽ കളി. അപ്പൊ ടെസ്റ്റ് ബോൾ കൊട്ടിയിടും. അതുപോലെ അതൊരു സ്റ്റെപ്പാക്കാം. ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ നല്ല സ്റ്റെപ്പല്ലേ അല്ലേ? ഇനി അവിടെ നമ്മളിനി ആലോചിക്കണം. ഈ അടുത്ത ഇത്രയും ബാറ്റ്സ്മാൻമാരെയാണ് ഇനിയും പേര് നമ്മളിനി ഓർത്ത് വെക്കണം. അടുത്ത വിക്കറ്റ് കീപ്പർമാരുടെ സ്റ്റൈൽ ചെയ്യുന്നതൊക്കെ സ്റ്റെപ്പുകളാക്കാം. അത് വിക്കറ്റ് കീപ്പർമാരാണ് ഉദ്ദേശിച്ചത്. ഇനിയും ബൗളർമാർ, സ്പിന്നർമാർ, ഇങ്ങനെ അത് പല വെറൈറ്റീസ് ഓഫ് സ്റ്റെപ്പുകൾ നമ്മൾ ക്രിക്കറ്റിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ കളിക്കാർ തന്നെയല്ല, അമ്പയർമാരും ആകാമല്ലോ അല്ലെ? അമ്പയർമാരാകുമ്പോൾ ബില്ലി ബോർഡ് ഒരു അമ്പയർ ഉണ്ട്. അയാളിങ്ങനെ സിക്സൊക്കെ അതൊരു പ്രധാന സ്റ്റെപ്പുകളാണ്. ഫുട്ബോൾ കളി കാല് കെട്ട് അല്ലേ? ഗോളികളൊക്കെ ഇങ്ങനെ കാണത്തില്ല, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. നമ്മുടെ ടെന്നീസിൽ നമ്മുടെ സാനിയെ കെട്ടിയുണ്ടല്ലോ, അതെങ്ങനെ ആയിരിക്കും? നല്ല സ്റ്റെപ്പല്ലേ? ഇനിയിപ്പോ എവിടെ നിന്നുണ്ട്? ഇനിയുണ്ട് നമ്മള് സച്ചിൻ ടെണ്ടുൽക്കർ പണ്ട് സ്റ്റീവോടെ ക്യാച്ച് എടുത്തില്ല. അപ്പൊ ഒരു സ്റ്റെപ്പുണ്ട്. ബോൾ ഇങ്ങനെ വെച്ചിട്ട് കൈ സമ്മാനമായി ഇങ്ങനെ സ്റ്റെപ്പ്. അപ്പൊ ഈ ഡാൻസ് ഒക്കെ ക്രിക്കറ്റിൽ നിന്നാണ് കടം കൊണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? സ്പോർട്സിൽ അത് തന്നെ. ക്രിക്കറ്റിൽ നിന്ന് ഡാൻസ് കടം കൊണ്ടെന്ന് പറയത്തില്ലേ? ഇനി അതല്ല പറഞ്ഞേ, ക്രിക്കറ്റിൽ നിന്നും പുതിയ സ്റ്റെപ്പുകൾ ഡാൻസിലേക്ക് വരാം. അത് ഡാൻസ് സ്റ്റെപ്പുകൾക്ക് ശ്രീശാന്തിന്റെ സ്റ്റെപ്പുകൾ എവിടെ നിന്നാന്ന് പറയാൻ പറ്റും? ശ്രീശാന്ത് അവന് ഡാൻസ് കളിച്ചു. അവൻ ഡാൻസ് പണ്ട് ബ്രേക്ക് ഡാൻസർ ആയിരുന്നു. ബ്രേക്ക് ഡാൻസർ എനിക്ക് തോന്നുന്നത് ദേശീയ ചാമ്പ്യൻ അതുകൊണ്ടൊക്കെ ആയിരുന്നു, എന്തോ ചാമ്പ്യനായിരുന്നു. അപ്പൊ അവൻ അവിടുന്ന് കിട്ടിയാണ് ഈ സ്റ്റെപ്പുകൾ ഡാൻസ് ചെയ്ത്. അല്ല അവന് ക്രിക്കറ്റിൽ നിന്ന് കിട്ടിയല്ല. ഞാനിവിടെ കാണിക്കുന്നത് ക്രിക്കറ്റിൽ നിന്ന് ഡാൻസിലേക്ക് പുതിയ സ്റ്റെപ്പുകൾ സംഭാവന ചെയ്തു അല്ലേ? ഇപ്പൊ തന്നെ ഇനിയുണ്ട് ഇങ്ങനെ പല. നിങ്ങൾ തന്നെ ആലോചിച്ച് നിങ്ങൾ തന്നെ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, പല സ്റ്റെപ്പുകൾ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടാം. നമ്മുടെ ഈ കട്ടാന്ന് വെച്ചാൽ പുള്ളി ഒരു 1.5 കട്ടയാണ്. അത് നമ്മളിപ്പോ ഒരാള് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് ഹോട്ടലിൽ കൊണ്ടുപോയി 1000 രൂപയ്ക്ക് അയാൾ ട്രീറ്റ് ചെയ്ത്, പക്ഷെ അതിൻ്റെ അകത്ത് 800 രൂപയുടെ ഫുഡ് അടിക്കുന്ന ആരായിരിക്കും? കട്ടയായിരിക്കും. പിന്നെ ഈ കട്ടയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാന്ന് വെച്ചാ അമ്പലത്തിൽ പോയ 2 കാര്യങ്ങളുണ്ട്. ഭഗവാനെ തൊഴുക, പെണ്ണുങ്ങളെ കാണാം, സുന്ദരികളെ കാണാം, തരണീമണികളെ കാണാം. അപ്പൊ കട്ട പറഞ്ഞു വരുന്നത് കട്ട 2 കാര്യങ്ങൾക്കും പോകുമെങ്കിലും പ്രധാനമായിട്ടും പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പെണ്ണുങ്ങളെ കാണാം.